രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിന്റെ കാരണം നോക്കുമ്പോൾ പാർലമെന്റിൽ അതിനകത്തേക്ക് കയറാൻ നേരത്ത് രാഹുൽ ഗാന്ധിയെ അവിടെ BJP എംപിമാര് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എംപിമാരെയും തടഞ്ഞു. അവിടെ ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായത് ശരിയാണ്. അത് രാഹുൽ ഗാന്ധി അതിന്റെ മുമ്പിലേക്ക് പോയതുകൊണ്ട് രാഹുൽ ഗാന്ധി അത് ഉന്തിത്തള്ളി 2 എംപിമാരെ താഴെ ഇട്ടു, അവർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് കേസ്. അപ്പൊ രാഹുൽ ഗാന്ധി തള്ളിയത് കൊണ്ടാണ് അവർ താഴെ വീണതെന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെയും താഴെ വീണു. അതാര് തള്ളിയിട്ടാന്നുള്ളതിന് കേസൊന്നുമില്ല. അതുപോലെ കോൺഗ്രസിന്റെ എംപിമാര് വനിതാ എംപിമാരുടെ പരാതിയിലും കേസില്ല. ഒരു നാഗാലാൻഡിൽ നിന്നുള്ള ഒരു വനിതാ എംപി BJP എംപി ഒരു പരാതി കൊടുത്തു. അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി അടുത്ത് നിന്നിട്ട് ഉച്ചത്തിൽ സംസാരിച്ചു, അതാണ് പ്രശ്നം. അപ്പൊ അവരുടെ അടുത്ത് നിന്നിട്ട് അവരുടെ ദേഹത്ത് കൊണ്ടെന്ന് കേസില്ല, അടുത്ത് നിന്ന് ഒച്ചത്തിൽ സംസാരിച്ചു, തെറി പറഞ്ഞെന്ന് കേസില്ല. അപ്പൊ അശ്ലീല ചൊവ്വയുള്ള സംസാരമാണ് അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള സംസാരമാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് വരും. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഒഫൻസ് വരും. അവരുടെ ദേഹത്ത് സ്പർശിച്ചാൽ പോലും അത് വരും. പക്ഷെ ഒരു മനുഷ്യൻ അടുത്ത് നിന്ന് സംസാരിച്ചു പറഞ്ഞാൽ ഈ ഉന്തും തള്ളിന്റെ ഇടയിലാണത്. അടുത്ത് നിന്ന് ഒച്ചത്തിൽ സംസാരിച്ചെന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോ ഏത് വിധത്തിൽ രാഹുൽ ഗാന്ധിയെ പൂട്ടണം എന്ന് നോക്കി നടക്കുകയാണ്. അപ്പോ ഈ രീതി തോൽപ്പിക്കുന്നതാണോ? അത് നാടച്ചൊല്ലി ഞാൻ പറയുന്നില്ല അതിനുള്ളത്. ഇതാണോ ഒരു സംസ്കാരം? ഇതായിരിക്കും BJPയുടെ സംസ്കാരം. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ അംബേദ്കറെ യഥാർത്ഥത്തിൽ ശരിയായ വിധത്തിൽ അമിത്ഷാ ആക്ഷേപിച്ചു. വളരെ ഒരു പരിതാപകരമായ ഒരു കാര്യമാണത്. വളരെ ദുഃഖകരവും ഖേദകരവുമായ ഒരു സംഭവമാണത്. ആ രീതിയിൽ അത്രയും മഹാനായ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് BJPക്ക് ഇനി അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതങ്ങോട്ട് പിൻവലിച്ച് മാപ്പ് പറയുന്നതാണ് അതിന്റെ വൃത്തി. അതിന് പകരം അങ്ങനല്ല, വളച്ചൊടിച്ചു, തിരിച്ചൊടിച്ചു, മറിച്ചൊടിച്ചു. ഇതാണ് കാര്യം. പ്രധാനമന്ത്രിയും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. ഇതൊക്കെയാണോ വേണ്ടതെന്ന് ആദ്യം അവരൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? പാർലമെന്റിനകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്ന അദാനി വിഷയമാണ്. അപ്പൊ അദാനി വിഷയത്തെ പ്രതിരോധിക്കാൻ ഇവർ എടുത്തുകൊണ്ട് വരുന്നത് എന്താണ്? സോറസ്, അതായത് അങ്ങനെ ഒരാളുമായിട്ട് സോണിയാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും ബന്ധമുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ ധനികനാണ്. അപ്പൊ ശ്രീ നരേന്ദ്രമോദിക്ക് ആരുമായിട്ടും ബന്ധമില്ലേ? മുകേഷ് അംബാനിയും അതേപോലെ തന്നെ അദാനിയും ഒക്കെ ശ്രീ നരേന്ദ്രമോദിയുടെ ആയിട്ട് ചേർത്ത ആളുകൾ പറയാറുണ്ടല്ലോ. അതൊന്നും പ്രശ്നമല്ല. ഇവർക്ക് നെഹ്റു കുടുംബത്തിനും അതുപോലെ സോണിയാഗാന്ധിക്കും ഒക്കെ ഈ സോറസ് എന്ന് പറയുന്ന ആളുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ബന്ധമുണ്ടായാൽ എന്താണ്? അയാളുടെ നിന്ന് പണം വാങ്ങിയെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരട്ടെ. ഇവർക്ക് ED ഒക്കെ ഇവരുടെ കയ്യിൽ തന്നെ ഇരിക്കല്ലേ ഇഷ്ടംമാതിരി. ഇൻകം ടാക്സും EDയും എൻഫോഴ്സ്മെന്റും എല്ലാം കയ്യിലാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അന്വേഷണമൊക്കെ നടത്തിയെടുക്കാമല്ലോ. അതിന് പകരം അദാനി വിഷയത്തെ യഥാർത്ഥ ശരിയായ ഒരു കാര്യമാണ് അദാനി വിഷയത്തിൽ രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിച്ചത് ആരോപണം. ഈ ആരോപണത്തെ മറികടക്കാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഇത് സോറസ് വിഷയമാണ്. കാരണം മറ്റേതിനകത്ത് പ്രശ്നമൊന്നുമില്ല, അദാനിക്ക് എന്തും ആവാം. പക്ഷെ ഇവര് സോറസുമായിട്ട് ബന്ധമുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്നതാണ്. ഇതാണ് വന്ന് ഇന്നിപ്പോ ജനാധിപത്യത്തിലേക്ക് ആ പാർലമെന്ററി ഡെമോക്രസി ചെന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഇതാണ്. വളരെ പരിതാപകരമെന്നേ പറയാൻ ഒക്കുള്ളൂ. കാരണം ഇത് നമ്മളൊക്കെ ഇത് സഹിക്കേണ്ടതായിട്ട് വരുന്നല്ലോ. ഇന്ത്യൻ പൗരന്മാരായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇതൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുമല്ലോ. പാർലമെന്റിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്നത് ഇതിനാണോ? അവിടെ ഒരു വിഷയം ഉന്നയിക്കുന്നു, ആരോപണമാണ്. ആ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിന്, അതായത് മറുപടി പറയണം അതിന് പകരം തിരിച്ചൊരാരോപണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അതായത് ഇപ്പൊ ഒരാൾ അറ്റാക്ക് എന്ന് പറയുന്ന മിലിറ്ററിയിൽ തന്നെ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഈ കൗണ്ടർ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന്. ഒരു അറ്റാക്ക് വരുമ്പോ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് അടുത്ത അറ്റാക്കാണ് തിരിച്ച്, അല്ലാതെ മറ്റേതിന് മറുപടി പറയുന്നതല്ല എന്നാണ് ഇവരുടെ ധാരണ. അത് മിലിറ്ററിയില്, ഇവിടെ ജനാധിപത്യത്തില് നമ്മുടെ പാർലമെന്റിനകത്ത് ചെയ്യേണ്ട ഇതല്ല ചെയ്യേണ്ടത്. ഒരു ആരോപണം വന്നാൽ അതിന് മറുപടി പറയണം. ഇവർക്കെതിരെയുള്ള ആരോപണം ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കട്ടെ. അതും ഇവർ പണം വാങ്ങിയെന്നും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി കൊടുത്തോട്ടെ. ഇനി പണം വാങ്ങിയാൽ എന്താണ്? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഒരാളെ ഇന്ന് അയാൾക്ക് എന്തെങ്കിലും അനധികൃതമായിട്ട് ഇവരിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും.
അതാ പറയണ്ടേ. അല്ലാതെ ഇപ്പൊ അദാനിക്ക് ഇതുപോലെ വഴിവിട്ട ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആരോപണങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വരത്തില്ലല്ലോ. അപ്പൊ അതിന് മറുപടി പറയുന്നതിന് പകരം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കണ്ട ഏറ്റവും വലിയ മാർഗം ഒരു കൗണ്ടർ അറ്റാക്കാണ്. അതാണ്. ഇനി ആ അറ്റാക്ക് കൊണ്ട് കുറച്ച് നാള് അത് അവർ അങ്ങ് മുടക്കി. ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നോക്കിയപ്പം ഈ ഡോക്ടർ അംബേദ്കറിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോ അതിനകത്തും വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് സോറി, അതാണ് ഇപ്പോഴും. അംബേദ്കറുടെ പടത്തിനടുത്ത് ഈ ഈ പറയുന്ന ആളിന്റെ പടവും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അത് തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ ഇവർക്ക് ഡോക്ടർ അംബേദ്കറോടൊപ്പം ഇതുപോലെ വേറൊരാളെ വെക്കാൻ? ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൂജിക്കപ്പെടേണ്ട ഒരാളാണ്. അത്രത്തോളം കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദളിതനായി പോയെന്നാണ് ഇവരൊക്കെ കാണുന്ന കുറ്റം, അല്ലാതെ വേറെ ഒന്നുമല്ല. എത്ര കഴിവുണ്ടെങ്കിലും ദളിതൻ എന്നും ദളിതൻ തന്നെ. ഇതാണ് കാര്യം. അപ്പോൾ അത് ആ രീതിയിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിതാപകരം. ഈ പറയുന്ന ഒരു വകുപ്പുകളും നിൽക്കത്തില്ല അതിനകത്ത്, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ഇപ്പൊ വേറെ കാര്യമുണ്ട്, പാർലമെന്റിലല്ലേ, അവിടെ CCTV ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ. രാഹുൽ ഗാന്ധി ആരെങ്കിലും പിടിച്ചു തള്ളി മറിച്ചിടുന്നത് കണ്ടെങ്കിൽ അതിനകത്ത് കാണുമല്ലോ, ഒരു കുഴപ്പമില്ല, കാണാം, നോക്കിക്കാണാം. അതുപോലെ ആരോടെ അടുത്ത് നിന്ന് ഉറച്ച് സംസാരിച്ചു എന്ന് ഉണ്ടെങ്കിൽ അതും കാണാമല്ലോ. അതിനകത്തൊക്കെ കിട്ടുന്നതല്ലേ, വിഷ്വൽസ് കിട്ടുന്നതല്ലേ. അതൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കേസും ഒക്കെ എടുക്കട്ടെ. ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവരെ കേസെടുക്കണം, അവരെ ശിക്ഷിക്കണം, അത് അന്വേഷണം നടത്തണം, വേണ്ടെന്നില്ല. ഇനി രാഹുൽ ഗാന്ധിയെ പിടിച്ച് തള്ളി മുമ്പോട്ടിട്ടിട്ട് അത് അദ്ദേഹം ചെന്ന് ആരുടെയെങ്കിലും ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അതൊരു ഒഫൻസായിട്ട് വരത്തില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരാളെ വോളണ്ടറിലി കാസിങ് ഹർട്ടർ ആയിരിക്കണം. ഫോഴ്സ് വോളണ്ടറിലി കാസിങ് ഇതായിരിക്കണം. എന്തെങ്കിലും വോളണ്ടറി ആക്ട് വേണം. ഇൻവോളണ്ടറി ആക്ട് കൊണ്ടാകത്തില്ല, ഒഫൻസ് വരത്തില്ല. അപ്പൊ ഈ പറയുന്നതൊന്നും നിലനിൽക്കുന്ന വകുപ്പുകളല്ല, യാതൊരു കാര്യമുള്ളതല്ല. അദ്ദേഹത്തിന്റെ പേർക്ക് ഇതൊന്നും നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാലേ അറിയാൻ ഒക്കുള്ളൂ. മാധ്യമങ്ങളിലൊക്കെ കണ്ടതനുസരിച്ച് എന്റെ അഭിപ്രായത്തിൽ ഇതൊന്നും വരെയല്ല. പിന്നെ രാഹുൽ ഗാന്ധി ശബ്ദിക്കുന്നു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മിണ്ടരുത്, വാ മൂടിയിരിക്കണം. ശ്രീ നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കാറില്ലേ, ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ വാ ഉറക്കത്തില്ലല്ലോ, അനങ്ങത്തില്ല. അത് രാഹുൽ ഗാന്ധി അതുപോലെ ചെയ്യണം, അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷെ അത് രാഹുൽ ഗാന്ധിയുടെ രക്തം അതായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത്. അതിന് ഇതേപോലെ ഈ രീതിയിലുള്ള പകപോക്കൽ എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ള ഒരു പകപോക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു ആരോപണം വന്നാൽ അതിന് മറുപടി പറയുക, അല്ലാതെ അതിന് കൗണ്ടർ അറ്റാക്ക് അല്ല വേണ്ടത്. അത് ആ ഇരുപക്ഷമായാലും. ഇപ്പൊ BJPക്കാർ ഒരു ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കട്ടെ, ആരെങ്കിലും വഴിവിട്ട് സഹായിച്ചു, ഇന്നതുപോലുള്ള അഴിമതി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അവര് കൗണ്ടർ അറ്റാക്ക് അല്ല വേണ്ടേ, അവരതിന് മറുപടി പറയണം ആരോപണത്തിന്. അതങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. അതിന് കഴിവില്ലാതെ വരുമ്പോ ഇതേപോലെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ജനങ്ങളെ എല്ലാം കഴുതകളും വിട്ടികളുമായിട്ടല്ലേ ഇവർ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? അപ്പൊ ഇത് ഈ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതാണ് വിഷയം. അതിനകത്ത് ഗവൺമെന്റിന് പറയാനുള്ളത് എന്താണെന്ന് അത് മിണ്ടത്തില്ല. അതൊന്നും പറയാതിരുന്നിട്ട് അതിന് പകരം വേറൊരു അറ്റാക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരൊരു അഴിമതി പണ്ട് കാണിച്ചിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ അഴിമതി രഹിതമായ ഒരു ഭരണം നമുക്ക് ആവശ്യം, അതാണ് വേണ്ടത്. പാർലമെന്റിൽ സജീവമായ ചർച്ചകളാണ് നമുക്ക് ആവശ്യം. അവിടെ ശരിയായ രീതിയിലുള്ള നിയമനിർമ്മാണം നടക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, അടിയന്തര പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് സംസാര വിഷയമാക്കണം. അതിൽ സംവാദം വേണം. എങ്കിൽ മാത്രമേ ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതൊന്നും ജനാധിപത്യ മര്യാദയല്ല.